വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നന്ദിയിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ കൊയിലാണ്ടി നന്ദി ബൈപ്പാസിൻ്റെ വീഡിയോകളൊക്കെ അപ്ഡേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം പുതിയ കാഴ്ചകളാണ്, നന്ദിയിൽ നിന്നുള്ള പുതിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അധികം വലിച്ചെടുത്തില്ല. നമ്മൾ ആ വീഡിയോ നല്ല രീതിയിൽ സപ്പോർട്ടാണ്. കാരണം മറ്റൊന്നുമല്ല, മാർച്ച് മാസമാണ്, നല്ല ചൂടാണ്, അൺസൈക്കബിൾ ആയിട്ടുള്ള ചൂടാണ്. അപ്പോൾ ആ ഒരു ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്ത് വീഡിയോ എടുക്കുന്നത്. പ്രത്യേകിച്ച് നല്ല ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു 3 മണി ആ ഒരു സമയത്തൊക്കെ വീഡിയോ എടുത്താലേ നല്ല ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ റിസ്ക് എടുത്ത് ചെയ്യുന്നതാണ്. നല്ല സപ്പോർട്ട്, എന്തൊക്കെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതൊക്കെ നൽകുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ അധികം വലിച്ചിട്ടില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇന്ന് നമ്മൾ നന്ദിയിൽ നിന്നും കൊയിലാണ്ടി ഭാഗത്തേക്കാണ് വീഡിയോയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മളെ നന്ദിയിലെ വാഗാടിൻ്റെ ക്രഷറുണ്ട്. വാഗാടിൻ്റെ ക്രഷർ നേരത്തെ ഉണ്ടായിരുന്ന ആ ക്രഷറിൻ്റെ ഭാഗത്തുള്ള കാഴ്ചയാണ്. അവിടെയൊക്കെ ഇപ്പോൾ ഒരു അണ്ടർ പാസേജ്, പുതുതായിട്ടൊരു അണ്ടർ പാസേജ്, നന്ദിയിലെ ഫ്ലൈ ഓവർ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ മേപ്പയ്യൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട്, വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ട് വിജനമായി കിടക്കുന്ന പ്രദേശമായിരുന്നു. ഇപ്പോൾ ഇവിടെ എക്സ്കവേഷനൊക്കെ ചെയ്ത് ഫൗണ്ടേഷൻ ചെയ്തതിന് ശേഷം RE പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് അപ്രോച്ച് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ വാഗാടിൻ്റെ ക്രഷറാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസ്, അതേപോലെ നന്ദി, പയ്യോളി തുടങ്ങിയ പ്രദേശങ്ങളിൽ ആവശ്യമായിട്ടുള്ള മെറ്റലും അതോടൊപ്പം പൂയിക എംസാൻഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് ഈ ഭാഗത്തു നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ നന്ദിയിൽ നിന്ന് നേരെ കൊയിലാണ്ടി ഭാഗത്തേക്ക് യാത്ര ചെയ്യാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നന്ദിയിൽ നമ്മൾ ആ കുന്നൊക്കെ ഇടിച്ചതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ കാര്യമായിട്ട് നടക്കാൻ ബാക്കിയുള്ളത്. സർവീസ് റോഡിൻ്റെ വർക്കും അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുമാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത്. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാഴ്ചകളിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്ത് നേരത്തെ താർ ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പോൾ പൂർണ്ണമായും താർ ചെയ്തു. അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട ഭാഗത്തും ഏറ്റവും പുതിയ മാറ്റങ്ങളാണ്. പിന്നെ താഴ്ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് വാള് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് സത്യസായി ബാബയുടെ കീഴിലുള്ള ഒരു നഴ്സറിയാണ്, LKG ഇത്തരത്തിലുള്ള സംവിധാനം. അപ്പോൾ പുതിയ ദേശീയപാതയോ വന്നതോട് കൂടിയിട്ട് കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് 30-നാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആളുകൾ നമ്മളെ നന്ദി കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കാഴ്ചകൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസമായിട്ട് പറയുമായിരുന്നു. പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞതൊരു ബാക്ക് പെയിൻ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ വല്ലാതെ ഓടിച്ചാടി വീഡിയോ എടുക്കാനുള്ള പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാണ്ടിരുന്നത്. ചെറിയൊരു മാറ്റമൊക്കെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട്, നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോസിന് ലൈക്ക്, എല്ലാ കാര്യങ്ങളും വേണം. അപ്പോൾ നമ്മൾ താർ ചെയ്ത് കഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ ആൻറ്റി ഗ്ലെയർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ പെട്ടെന്ന് നമ്മൾ വിസിബിലിറ്റി കിട്ടാനും അതോടൊപ്പം തന്നെ ടേണിങ് പിന്നെ തുടങ്ങിയ പ്രദേശങ്ങളിലും അതേപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വാഹനങ്ങളുടെ ആ ഒരു റിഫ്ലക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി ഗ്ലെയറിങ് വെക്കുന്നത് എന്നുകൂടി നമ്മൾ കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളുള്ളത് അടുത്തത് ഗോകുല UP സ്കൂളിൻ്റെ ഭാഗത്താണ്. ഗോകുല UP സ്കൂളിൻ്റെ ഭാഗത്ത് നേരത്തെ 6 വരിയുടെ താറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡിൽ നേരത്തെ ഒരുപാട് മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഹിമാലയ പർവ്വതം പോലെ ഉണ്ടായിരുന്ന ആ ഒരു എംസാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. നമ്മൾ പലയിടത്തും വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ ഇരു സൈഡിലെയും സോയിൽ നെയിലിംഗ് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 6 വരിയും ഭാഗത്തും ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞ്. സർവീസ് റോഡ് പലയിടത്തും സർവീസ് റോഡിൻ്റെ വർക്ക് മാത്രം പെൻഡിങ് ആണ്. പിന്നെ വർക്ക് കഴിഞ്ഞ് പലയിടത്തും അതേപോലെ സ്ട്രീറ്റ് ലൈറ്റും സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞു. അതേപോലെ തന്നെ 6 വരിയുടെ താറയും കഴിഞ്ഞു. പിന്നെ ഇവിടെ നമുക്കിവിടെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതായത് മരളൂരിൻ്റെ ആ ഒരു ഭാഗത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുട് ഓവർ ബ്രിഡ്ജിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നന്ദി ഭാഗത്ത് ഒരുപാട് നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1 മാസത്തിൻ്റെ മേലെയായിട്ട് നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാതെ നിന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആൻറ്റി ഗ്ലെയർ ബാരിയർ ഈ ഭാഗത്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ടേണിംഗ് ഇല്ല. അപ്പോൾ റോഡിലെ മെയിനായിട്ടുള്ള
എതിർഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൂടി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെയൊക്കെ ടേണിംഗ് ഒന്നുമില്ലാതെ വളരെ സ്ട്രെയിറ്റായിട്ട് കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന പ്രദേശമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കനാലുണ്ട്. ആ കനാൽ ക്രോസ് ചെയ്ത് കിടക്കുന്ന ഭാഗത്തും അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കൾവേർട്ടുണ്ട്. ആ കൾവേർട്ടിൻ്റെ ഭാഗത്തും 6 വരിയിൽ 3 വരിയുടെ ഭാഗങ്ങളൊക്കെ ടാർ ചെയ്യാനുണ്ട്. ഇപ്പോൾ നേരത്തെ ടാർ ചെയ്ത പ്രദേശത്തിൻ്റെ അപ്പുറത്ത് ബാക്കി ഒരുപാട് പ്രദേശങ്ങളിൽ ടാറിങ് നടന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നേരത്തെ കഴിഞ്ഞ ടാറിങ്ങാണ്. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ബോർഡ് വരുന്നുണ്ട്, അതായത് സ്ഥലങ്ങളെ ദൂരം ഇതൊക്കെ കളിച്ചിട്ടുള്ള നെയിം ബോർഡ്. ആ നെയിം ബോർഡിന് ആവശ്യമായിട്ടുള്ള പില്ലറിന് വേണ്ടിയിട്ടുള്ള കുഴിയെടുത്ത ഒരു കാഴ്ചയാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഇതും റീസെൻ്റ്ലി ടാർ ചെയ്തതാണ്. ഇവിടെയൊക്കെ ക്രാഷ് വയറിൻ്റെ കോൺക്രീറ്റിങ് അതേപോലെ തന്നെ ക്രാഷ് വയറിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ട്രെയിറ്റ് ലൈറ്റ് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വെക്കാൻ ബാക്കിയുള്ളത്. അതേപോലെ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അണ്ടർ പാസേജ് അതായത് മേപ്പയൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജും അതേപോലെ സർവീസ് റോഡ്, ഇതിലേക്ക് വാഹനങ്ങൾ വ്യാപകമായിട്ട് ഇപ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഈ ഭാഗത്ത് ഇനി ഇവിടെയും നേരത്തെ പറഞ്ഞിട്ടുള്ള അതുതന്നെ ഇത് ആൻറ്റി ഗ്ലെയർ ബാരിയർ ഇവിടെയൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 6 വരിയുടെ ടാറിങ് കഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ മാക്സിമം വർക്ക് കഴിഞ്ഞ്. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റും നേരത്തെ ഈ ഒരു കൊയിലാണ്ടി നന്ദി ബൈപ്പാസിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും എവിടെയും വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് അത്തരത്തിൽ വർക്കൊക്കെ കഴിഞ്ഞ പലയിടത്തും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നുണ്ട്, അതേപോലെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേബിളൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ സ്ട്രീറ്റ് ലൈറ്റിന് ആവശ്യമായിട്ടുള്ള കേബിളൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് അതായത് നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ പുറത്ത് സർവീസ് റോഡിൻ്റെ സൈഡിലൂടെയുള്ള ആ ക്രാഷ് ബാരിയറിൻ്റെ ഭിത്തിയിലൂടെയാണ് ഈ സ്ട്രീറ്റ് ലൈനിൽ ആവശ്യമായിട്ടുള്ള കേബിളുകളൊക്കെ വലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ നേരെ എത്താൻ പോകുന്നത് കോമത്തുകര എന്ന് പറയുന്ന ആ ഒരു പ്രദേശമാണ്. ഇവിടെയൊക്കെ 6 വരിയുടെ നീണ്ട ഒരു ഭാഗം തന്നെ ഈ ഭാഗത്ത് ടാർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് നമ്മളെ ചെങ്ങോട്ടുകാവ് വരെ പൂർണ്ണമായി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. പൂർണ്ണമായി വർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കുറച്ച് മുന്നേ നമ്മളെ ഈ കുന്നിയോറ മലയുണ്ട്. കുന്നിയോറ മലയുടെ ആ ഭാഗത്താണ്. കുന്നിയോറ മലയായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന് തൊട്ട് മുന്നേയുള്ള അപ്രോച്ച് റോഡും അവിടെയുള്ള അണ്ടർ പാസേജ് അതിൻ്റെ ഒക്കെ ടാറിങ് കഴിഞ്ഞ് ഇപ്പോൾ കുന്നിയോറ മലയുടെ ആ കുന്നിൻ്റെ ആ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത്. ഇവിടെ സർവീസ് റോഡും അതേപോലെ തന്നെ നിലവിലെ ഈ സോയിൽ നെയിലിങ് ചെയ്തിട്ടുള്ളൊരു പ്രദേശമുണ്ടല്ലോ, ആ സോയിൽ നെയിലിങ് ചെയ്തിട്ടുള്ള പ്രദേശത്തുള്ള അതിന് ഒരു കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാനുണ്ട്. അതേപോലെ തന്നെ സോയിൽ നെയിലിങ് ചെയ്ത ആ ഭാഗത്ത് ഡ്രൈനേജ് നിർമ്മിക്കാനുണ്ട്. ആ ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ ഫൗണ്ടേഷനാണ് ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രൈനേജിൻ്റെ ഫൗണ്ടേഷനും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡും നിർമ്മിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഇവർ നമ്മുടെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനം തുടങ്ങുക. അപ്പോൾ എന്തായാലും കോൺക്രീറ്റ് വാളാണ് ഈ ഭാഗത്ത് പ്രാവർത്തികമാകൂ എന്ന് വാഗാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കുന്ന് തന്നെയാണ്. ഒരു 10-20 മീറ്ററിൻ്റെ ഹൈറ്റിൽ ഇവിടെ കുന്ന് ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് കാര്യമായിട്ടുള്ള വർക്ക് നടക്കാനുള്ളത്. ഇവിടെയുള്ള വർക്ക് കഴിഞ്ഞാലാണ് കൊയിലാണ്ടി നന്ദി ഭാഗത്തിലെ വാഹനങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ പിഷാരിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും കൊയിലാണ്ടി ഭാഗത്ത് നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കും. അപ്പോൾ എന്തായാലും ഈ തവണ ഇതിലെ വാഹനം കടത്തിവിടാൻ പറ്റുമെന്ന് സംശയമാണ്. കാരണം നേരത്തെ കുറച്ച് 6 വരിയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ മണ്ണടിച്ചിട്ടുള്ളതാണെങ്കിൽ കുറച്ച് വീതി വിസ്താരമായി കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗം ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ആ സർവീസ് റോഡിലൂടെ ഒരു വാഹനത്തിന് മാത്രമേ പോകാൻ കഴിയുള്ളൂ. അതായത് ഒരു ടോറസ് വാഹനം, വാഗാടിൻ്റെ ഒരു ടോറസ് വാഹനം വരികയാണെങ്കിൽ കൊയിലാണ്ടി ഭാഗത്ത് വരികയാണെങ്കിൽ നന്ദി ഭാഗത്ത് തിരിച്ചൊരു വാഹനം പോകാൻ പറ്റില്ല. ആ രീതിയിലാണുള്ളത്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് 1-2 ആഴ്ച കൊണ്ട് വർക്ക് കഴിയുകയാണെങ്കിൽ ആ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ ഇതിലെയൊക്കെ വാഹനങ്ങൾ പാസ് ചെയ്യും കഴിയും. കഴിഞ്ഞ തവണ വാഹനം പോയതുപോലെ എന്തായാലും ഈ തവണ വാഹനം പോകാൻ സാധ്യതയില്ല. ഇനി ജൂൺ മാസത്തെ മഴയും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർക്ക് ഒരു ലിമിറ്റിലെത്തിയിട്ടില്ലെങ്കിൽ ഈ വർഷവും നമുക്കിതിലെ സഞ്ചരിക്കാൻ കഴിയും തോന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുന്നിയോറ മല കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ ഇവിടെ നേരത്തെ ശക്തമായ കൂടുതൽ പാറകളൊക്കെ ഉള്ളൊരു പ്രദേശമായിരുന്നു. അപ്പോൾ പാറയൊക്കെ പൊട്ടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ സ്ലാബും അതേപോലെ തന്നെ സർവീസ് റോഡുമാണ് നിർമ്മിക്കാനുള്ളത്. ഈ ഭാഗത്തായിരുന്നു നേരത്തെ പാറ പൊട്ടിക്കുന്നതിനെതിരെ സമരമൊക്കെ നടന്നത്. കാരണം പാറ പൊട്ടിക്കുമ്പോഴും വലിയ
രീതിയിൽ മരുന്നൊക്കെ വെച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്ന ഒരു അവസരത്തിലായിരുന്നു പിന്നീട് കട്ട് ചെയ്ത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് സമരം നടന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമരം ചെയ്തിരുന്നു. അതിനുശേഷം പാറ ആ രീതിയിൽ തന്നെ മരുന്നൊക്കെ വെച്ച് പൊട്ടിച്ചിട്ട് തന്നെയാണ് വാഗാട് ഈ ഭാഗത്തെ റോഡ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇവിടെയും ആൻറ്റി ഗ്ലെയർ സിസ്റ്റം അതൊക്കെ ഇവിടെയും സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത നമ്മൾ കോമത്തുകര എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ ടാറിങ് കഴിഞ്ഞതാണ്. കാര്യമായിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നത് ഈ ട്രാക്ക് മാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്, അതേപോലെ ആൻറ്റി ഗ്ലെയറിങ് ഇതൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ സ്ഥാപിക്കാനുള്ള വർക്കായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് ഭിത്തി ഉണ്ടായിരുന്നു. ആ കോൺക്രീറ്റ് ഭിത്തിയുടെ മുകളിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഓവർ പാസേജുണ്ട്. ഓവർ പാസേജിൻ്റെ ഭാഗത്തുള്ള വർക്കും പൂർണ്ണമായും കഴിഞ്ഞു. അതേപോലെ ഈ ഭാഗത്തും നേരത്തെ കോൺക്രീറ്റ് ഭിത്തിയുടെ വർക്ക് നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഇനി ഇരു സൈഡിലും ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത്. അതിനിടയിൽ നമ്മൾ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഡ്രോൺ ഷൂട്ട്. കാരണം മറ്റൊന്നല്ല, ഇവിടെയൊക്കെ ഇലക്ട്രിക് ലൈനുകൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഓവർ പാസേജ് പോകുന്ന ഭാഗത്തൊക്കെ ഓവർ പാസേജിൻ്റെ മുകളിലൂടെയാണ് ഇലക്ട്രിക് പോസ്റ്റുള്ളത്. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുണ്ട്. ഇവിടെയും കണ്ട ഒരു ഇലക്ട്രിക് പോസ്റ്റ്. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകൾ പലയിടത്തും ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മളെ എയർക്രാഫ്റ്റ് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് നമ്മളിപ്പോൾ ഉയർത്തിയും താഴ്ത്തിയൊക്കെ പിടിക്കുന്നത്. അതാണ് പലപ്പോഴും ചില ആളുകൾ കുറച്ചുകൂടി താഴ്ത്തി പിടിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈൻ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ഏവറേജ് ഒരു ഹൈറ്റിൽ പിടിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ലൈൻ ഇല്ലാത്ത ഭാഗത്തൊക്കെ നമ്മൾ ജസ്റ്റ് താഴ്ത്താറുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ കാഴ്ച. അപ്പോൾ കണ്ടോ, ഇവിടുന്ന് നമ്മളെ ചെങ്ങോട്ടുകാവ് വരെയുള്ള ഭാഗങ്ങളിൽ പൂർണ്ണമായും വർക്ക് 6 വരിയുടെ വർക്കും കഴിഞ്ഞു. ഈ ഭാഗത്തൊക്കെ എല്ലാ വാഹനങ്ങൾക്കും പാസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നന്ദി വരെ ലിമിറ്റഡ് വാഹനങ്ങൾക്കൊന്നും, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ ഭാഗത്തൂടെയൊക്കെ വാഹനങ്ങൾ ലിമിറ്റഡ് ബസ്സും അതേപോലെ തന്നെ മറ്റു വാഹനങ്ങളൊക്കെ കഴിഞ്ഞ തവണ കടത്തി വിട്ടിരുന്നു. നിലവിലെ കണ്ടീഷനിൽ ഈ അവസരത്തിൽ കടത്തിവിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. ഇനി അടുത്ത നമ്മൾ ചെങ്ങോട്ടുകാവ്, അതേപോലെ തന്നെ ചെങ്ങോട്ടുകാവ് കോരപ്പുഴ വരെയുള്ള വീഡിയോസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. റോഡ് കാലിയാണ്, മറ്റൊന്നല്ല, ഇതിലിപ്പം വാഹനങ്ങൾ കാര്യമായിട്ട് പോകാൻ കഴിയുന്നില്ല. വലിയ വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ, 2 വീലറുകൾ, അത്യാവശ്യം കാറുകൾ, ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളാണ് മറ്റൊരു ഇലക്ട്രിക് പോസ്റ്റ് തുടങ്ങിയ വാഹനങ്ങളാണ് ഈ ഭാഗത്തൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെങ്ങോട്ടുകാവിലും നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന ആളുകൾ ഇവിടെയും കരിമ്പ് ജ്യൂസ് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിനെയും വാഹനങ്ങൾ പാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം നമ്മൾ ഈ കൊയിലാണ്ടി ബൈപ്പാസിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്നല്ല, നമ്മുടെ വർക്ക് കഴിഞ്ഞ പലയിടത്തും അടുത്തൊരു പരുന്ത്. കഴിഞ്ഞ സാറ് പറഞ്ഞു നമ്മളെ എയർക്രാഫ്റ്റിൻ്റെ മുകളിൽ റിഫ്ലക്റ്റർ സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ പരുന്തിൻ്റെ ശല്യം ഒഴിവാക്കാൻ കഴിയുന്നു. ഇതുണ്ടാവും നിങ്ങൾ ഇവിടെ സാമൂഹ്യ ദ്രോഹികളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ബിയറിൻ്റെ കുപ്പി ഇവിടെ കൊണ്ടിട്ടിട്ടെന്ന് മാത്രമല്ല പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇതിലെ വാഹനങ്ങളൊന്നും പാസ് ചെയ്യുന്നില്ല, റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്നാലും ഇത് അങ്ങേയറ്റം തോന്നിവാസമാണ്. മൊത്തത്തിൽ പിടിച്ച് 2 എണ്ണം പൊട്ടിക്കേണ്ട, 2 അല്ല. ഇവിടെയൊക്കെ കണ്ട നിങ്ങൾ റോഡിലൊക്കെ കംപ്ലീറ്റ് ഒരു രക്ഷയില്ല. ഇങ്ങനെ ഉണ്ടാവുമോ മനുഷ്യന്മാർ മലയാളിയാന്ന് പറഞ്ഞിട്ട് ഏകദേശം നമ്മൾ ചോറ് തിന്നുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടാ നിങ്ങൾ എന്തോ ഒരു തോന്നിവാസം നോക്കിയാൽ കംപ്ലീറ്റ് കുപ്പികൾ, ബിയറിൻ്റെ കുപ്പികളൊക്കെ ഇങ്ങനെ ആരോടോ ദേഷ്യം തീർക്കാൻ കുറച്ചതിനോട്ട് പൊട്ടിച്ചിട്ടിരിക്കുക. നേരെ ക്യാമറയാറ്റം പിടിച്ചിട്ട് പിടിക്കണം. ഇത് ചെയ്യാനാ കംപ്ലീറ്റ് ഈ റോഡ് നിറയെ കുപ്പികളാണ്. ഒരാളെ കൊണ്ടൊന്നും നിർത്താൻ തീരുന്ന പണിയല്ല. അണ്ടമാനുണ്ട് മാരൊക്കെ ആരെ പറയിപ്പിക്കാനാണാവോ.
കംപ്ലീറ്റ്. 1-2 കുപ്പികളൊക്കെ ആണെങ്കിൽ എടുത്തിടാം നമുക്ക്. ഇത് കുപ്പി കൊണ്ടിട്ടില്ല, എറിഞ്ഞ് പൊട്ടിച്ച് നാശാക്കിയിട്ടിരിക്കുകയാണ്. നമ്മളെ കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് നിന്നുള്ള ദേശീയപാത എന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ചെങ്ങോട്ടുകാവ് ഫ്ലൈ ഓവറിന് തൊട്ട് മുന്നേയുള്ള അപ്രോച്ച് റോഡാണല്ലേ. ആ അപ്രോച്ച് റോഡിലാണ് ഇപ്പോൾ ഈ കാണുന്ന പ്രദേശത്താണ് നമ്മൾ കംപ്ലീറ്റ് കുപ്പികളിങ്ങനെ സാമൂഹിക വിരുദ്ധര ശല്യം കാരണം റോഡിലിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഒരു രക്ഷയില്ല, നടന്നു പോകാൻ പറ്റില്ല. ഈ പണ്ട് ഇവിടെ വെള്ളം അടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. ഇവിടെ ദേശീയപാത 6 വരിപ്പാത കൊണ്ടുവന്നതിനുള്ള വൈരാഗ്യം പ്രതിഷേധാർഹമാണോ? എന്തായാലും ഇവന്മാരൊക്കെ അങ്ങേയറ്റം ഭൂമിക്ക് എന്താ പറയുക ഭാരമായിട്ട് ജീവിക്കുന്ന ആളുകൾ എന്ന് ഒരുപക്ഷെ ഇവരെ കൊണ്ട് പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് ചില്ലറ എന്താ പറയുക പ്രയാസമൊന്നുമല്ല ഇവന്മാർ ഉണ്ടാക്കിയെടുക്കുന്നത്. വേറെ എത്ര സ്ഥലമുണ്ട് വെള്ളം അടിക്കണ്ടെന്നൊക്കെ ഒന്നും നമ്മൾ പറയില്ല. വെള്ളം അടിക്കൽ അവൻ്റെ വെള്ളം അടിക്കൽ ശരീരത്തിന് ഹാനികരമാണ് അതോ പിന്നെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുമെന്നൊക്കെ അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാലും ഇത്തരത്തിൽ സാമൂഹ്യദ്രോഹം ചെയ്യുന്നത് ഒരു നിലക്കും നമുക്ക് അംഗീകരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് പുതിയ 6 വരി പാതയിലൊക്കെ വർക്കേഴ്സ് വർക്കേഴ്സൊക്കെ ഇതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. വാഗാടിൻ്റെ വണ്ടികൾ പോകുന്നുണ്ട്, അല്ലാതെ ചില വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അവിടെയൊക്കെ ഈ രീതിയിൽ കുപ്പി എറിഞ്ഞ് പൊട്ടിച്ച് നാശമാക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പ്രദേശം ഉണ്ടല്ലോ, ഇത് ഫ്ലൈ ഓവറാണ്. നമ്മുടെ ചെങ്ങോട്ടുകാവിൽ ആ ഒരു ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവറും അപ്രോച്ച് റോഡും ഒക്കെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ്, താറിങ് കഴിഞ്ഞു, അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞ്, പെയിൻറ്റിങ് കഴിഞ്ഞു, എല്ലാ വർക്കും കഴിഞ്ഞു. വളരെ സുന്ദരമായി ഏറ്റവും റീസെൻ്റ്ലി ആയിട്ട് 6 വരിയുടെ താറിങ് കഴിഞ്ഞാണ്. ഈ ഭാഗത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഫ്ലൈ ഓവറിലൂടെ ഇനി വാഹനങ്ങൾ നേരെ ചെങ്ങോട്ടുകാവിലേക്ക് പോകാനുള്ള ഒരു സ്ഥിതിവിശേഷം എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ഈ കുന്നിയോറമലയുടെ ഭാഗത്താണ് കാര്യമായിട്ടുള്ള വർക്ക് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ നന്ദി മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതേപോലെ പറ്റുമെങ്കിൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതൊക്കെ നൽകി ഒന്നുകൂടി സപ്പോർട്ടിങ് ഉറപ്പ് വരുത്തുക. ആരെങ്കിലുമൊക്കെ ലൈക്ക് വിട്ടുപോയിട്ടുണ്ട്, ഒരു ലൈക്ക് കൂടി ഇട്ടിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.